Angel, please come here. My angel, please come here. My angel, please come here. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് നമ്മുടെ ഇന്നത്തെ ഇപ്പോൾ ഇതാരാണോ കാണുന്നത് അവർക്ക് റെസൊണേറ്റ് ആകുന്ന രീതിയിലാണ് നമ്മൾ ഇതെടുക്കുന്നത്. ഇത് ഡിവൈൻ മെസ്സേജാണ്, ഇത് ഗോഡിൻ്റെ മെസ്സേജാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ഗോഡാണോ ആ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിൻ്റെ, ദൈവമല്ല യൂണിവേഴ്സിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ യൂണിവേഴ്സിൻ്റെ മെസ്സേജാണ്. ആരാണോ ഇത് കാണുന്നത് അവർക്കിത് റെസൊണേറ്റ് ആകത്തുള്ളൂ. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നമുക്ക് നോക്കാം എന്താണ് ഡിവൈൻ നിങ്ങളോട് പറയാനുള്ളത്, എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് ഡിവൈൻ ഈ സമയത്ത് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. മൈ ഡിവൈൻ പ്ലീസ് present here. My angel please present here. My God please present here. Give me correct answer to my viewers. Okay. My God please present here. God please present here. My God please present here. My universe please present here. Please give me correct answer. എൻ്റെ വ്യൂവേഴ്സിന് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് തന്നെ കൊടുക്കണം. ആരാണോ ഇത് കാണുന്നത് അവർക്ക് റെസൊണേറ്റ് ആകുന്ന രീതിയിൽ തന്നെ കൊടുക്കണം. ഒരു കാർഡൂടെ എടുക്കുവാണ്. മൈ യൂണിവേഴ്സ് പ്ലീസ് പ്രസന്റ് ഹിയർ. സോറി. മൈ യൂണിവേഴ്സ് പ്ലീസ് പ്രസന്റ് ഹിയർ. വൺ മോർ കാർഡ് പ്ലീസ്. ഓക്കെ. ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസ് കാർഡാണ്. ടെമ്പറൻസ് കാർഡ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നല്ലൊരു കാർഡ് തന്നെയാണ്. ഡിവൈൻ്റെ അനുഗ്രഹമുള്ള കാർഡാണ്. നിങ്ങൾ ഡിവൈനിലേക്ക് അടുക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. ഡിവൈന് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ട്. നിങ്ങൾ ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഡിവൈൻ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ആൻസർ തന്നെ ഇതിൽ നൽകും എന്ന് തന്നെയാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഇല്യൂഷനാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ആൻസർ എന്ന്. ഓക്കെ. എനിക്ക് തോന്നുന്നത് ഇതൊരു റിലേഷൻഷിപ്പ് രീതിയിലുള്ള എന്തോ ഒരു മെസ്സേജാണ് ഡിവൈൻ നിങ്ങളോട് പറയാൻ, യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണമായിട്ട് പറയുകയാണെങ്കിൽ കിങ് ഓഫ് സോഡ് അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ആദ്യമേ കിങ് ഓഫ് സോഡ് റിവേഴ്സ്ഡാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് സോഡ് റിവേഴ്സ് വരുവാണെങ്കിൽ, കിങ് ഓഫ് സോഡ് അല്ല, നൈറ്റ് ഓഫ് സോഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി, സ്വന്തം ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കുതിച്ചുയരുന്ന ഒരു കുതിരയും അതിലിരിക്കുന്ന ഒരു പടയാളിയെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇത് റിവേഴ്സ് വരുമ്പോൾ നിങ്ങൾ ആക്ഷൻ ചെയ്യാൻ റെഡി ആകുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. ഇത് റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ഇത് ആക്ഷൻ ചെയ്യാൻ റെഡി അല്ല, അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യുന്നില്ല. അവിടെ ഒരു ആക്ഷൻ്റെ കുറവ് അവിടെ ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയാൻ ദൈവം, യൂണിവേഴ്സ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആക്ഷൻ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. എന്ത് തന്നെ ആയാലും ഇത് റിവേഴ്സാണ് വന്നേക്കുന്നത്. സോ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് വന്നേക്കുന്നത് 6 ഓഫ് പെൻഡക്കിളാണ്. 6 ഓഫ് പെൻഡക്കിൾ ആണെങ്കിൽ എന്തോ ഒന്ന്
ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പേഴ്സണൽ റീഡിങ് ആണെങ്കിൽ ഉറപ്പായിട്ടും റിലേഷൻഷിപ്പിൽ എന്തോ ഒന്ന് സംഭവിച്ചു. ആൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ആൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. എന്തിനോ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്, ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. റെസൊണേറ്റ് ആകുന്നവർ അങ്ങനെ എടുക്കുക. ഉറപ്പായിട്ട് ഇത് ലവേഴ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാർഡാണ് എന്ന് പറയാൻ കാരണം ഇതിൽ വന്നേക്കുന്നത് ലവേഴ്സ് എന്ന് തന്നെയാണ് മെൻഷനായി വന്നേക്കുന്നത്. ഡിവൈൻ അത് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തായാലും നല്ലൊരു പാർട്ട്നേഴ്സ് തന്നെയാണ്. ആരായാലും നിങ്ങളുടെ ഹസ്ബൻഡ് ആയാലും അല്ലെങ്കിൽ വൈഫ് ആയാലും ലവേഴ്സ് ആയാലും കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ളവരായാലും അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് തന്നെ ആയാലും ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ ലവും സ്നേഹവും ഉണ്ട്. അത് ഡിവൈൻ്റെ അനുഗ്രഹവുമുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് കാണുന്നത്. പക്ഷേ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കാരണം ഈ കാർഡ്, ലവിൻ്റെ കാർഡ്, ഹാർട്ട് ബ്രേക്കാണ്. ഇപ്പോൾ ഹാർട്ടിൽ എന്തോ പെയിൻഫുള്ളാണ്, ഹാർട്ട് നന്നായിട്ട് പെയിൻഡാണ്, ബ്രേക്ക്ഡാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ ഹാർട്ടിന് നല്ല രീതിയിൽ അതിൻ്റെ ഒരു പെയിനും ഭാരവും അനുഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും ഇത് കാണുന്നത് ആര് തന്നെയായാലും എപ്പോഴായാലും നിങ്ങൾക്കിത് റെസൊണേറ്റ് ആകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ എന്തോ ഒരു പെയിൻഫുള്ളായി തന്നെയാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എൻ്റെ ഡിവൈൻ എനിക്ക് അങ്ങനെ ഒരു ആൻസറാണ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നു എന്ന് വച്ചാലും ഇത് ദൈവത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ദൈവത്തിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് നിങ്ങൾക്കുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ആ വ്യക്തിയിലെത്താൻ ഉറപ്പായിട്ടും സാധിക്കും. നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് വേൾഡ് എന്ന് പറഞ്ഞ കാർഡാണ്. വേൾഡ് എന്ന് പറയുമ്പോൾ അതിന് മീനിങ് തന്നെ എല്ലാം കൊണ്ടും നിങ്ങൾക്കതിൽ ഉന്നതമായ ഒരു സ്ഥലത്തെത്താൻ സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റെ പരിപൂർണതയിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ സക്സസ് ആവാനുള്ള എല്ലാ വഴിയും ഇതുകൊണ്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിനൊരു മാറ്റവുമില്ല, ഒരു ഡൗട്ട്ഫുള്ളുമല്ല. അങ്ങനെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളാകുന്നത് ക്യൂൻ ഓഫ് കപ്പ് അല്ലെങ്കിൽ കിങ് ഓഫ് കപ്പ്. ഇപ്പോൾ ആണായാലും പെണ്ണായാലും ജനറലസ് ആണ്. സോ ഇത് ക്യൂൻ ഓഫ് കപ്പോ കിങ് ഓഫ് കപ്പോ അങ്ങനെ എടുക്കാൻ പറ്റും. ഇമോഷണലി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഒരു ക്യൂൻ എന്ന രീതിയിൽ, ഒരു കിങ് എന്ന രീതിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത് ഇപ്പോഴത്തെ ഈ ഹാർട്ട് ബ്രേക്ക് എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ മറികടക്കുകയാണ് വേണ്ടത്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആക്ഷൻ എടുക്കുക എന്നതാണ്. ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു വിഷമമുണ്ട്, ഇവിടെ ഒരു വിഷമമുണ്ട്, എന്തോ നിങ്ങൾ ചെയ്തു, ആ ചെയ്തതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് എന്തോ ഒരു ഫീലിങ്സും വിഷമവുമായിട്ടാണ് നിൽക്കുന്നത്. ആ വിഷമം കൊണ്ടാണ് നിങ്ങൾ ഈ മാനസിക വിഷമം അനുഭവിക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ആക്ഷൻ എടുക്കണം. ഈ ആക്ഷൻ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാകാൻ പോകുന്നത് ലവേഴ്സാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ നിങ്ങളടുത്ത് ഭയങ്കര സ്നേഹമായി ഡിവൈൻ പ്രൊട്ടക്ഷനുമായി നിങ്ങളടുത്ത് വരും. അത് കഴിഞ്ഞ് നിങ്ങൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ്, ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവത്തിൻ്റെ യൂണിവേഴ്സിൻ്റെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്നോ, എന്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നോ അവിടെ നിങ്ങൾക്ക് പരമോന്നത വിജയമാണ് സംഭവിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്കെല്ലാം കൊണ്ട് ഇമോഷണലി സക്സസ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ഫസ്റ്റ് റീഡിംഗ് ആണ്. എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. എല്ലാം നല്ലത് സംഭവിക്കട്ടെ, യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ളത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റിൽ ഞാൻ എൻ്റെ നമ്പർ ഇട്ടേക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, എൻ്റെ PO ആണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ എവരി വൺ.